ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നമ്മുടെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി ആണെങ്കിൽ ഈച്ചയോട് പറയാണ്, ഈ ഒരു വീഡിയോ ഞാൻ ലോകം മുഴുവനും അറിയിക്കും, ഈ വീഡിയോ ഞാൻ വൈറലാക്കും. അവൻ അത്രയ്ക്ക് അഹങ്കാരമോ, അവൻ്റെ അഹങ്കാരം ഇതോടുകൂടി കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ പബ്ലിഷ് ചെയ്യാണ് കേട്ടോ നമ്മുടെ സച്ചി. എന്നിട്ട് സച്ചി തന്നെ ആശ്വാസം കണ്ടെത്തുന്നു. ഇത്രയും നാൾ സച്ചിനെ ചുറ്റിച്ചതാണല്ലോ, അപ്പം സച്ചിക്കൊരു കച്ചിത്തുരുമ്പ് കിട്ടുമ്പം സച്ചിയും തിരിച്ച് വട്ടം ചുറ്റിക്കാതിരിക്കുമോ. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹിമേനെയും അതുപോലെ മധുസൂദനുമാണ്, വർഷയുടെ അച്ഛനും അമ്മയും. അങ്ങനെ വർഷയുടെ അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും, ആരെയും വിളിച്ചുകൊണ്ട്. ആരോ വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കുന്നില്ല, ഭയങ്കര ടെൻഷൻ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ മഹിമയാണെങ്കിൽ വർഷേനെ വിളിച്ചിട്ട് മോളെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മുടെ വർഷയോട് പറയുന്നുണ്ട്. അപ്പോൾ ഫോണൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയുടെ അമ്മ ചോദിച്ചു മധുസൂദനോട്, അല്ല എന്ത് പറ്റി മധുവേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്, എന്താ മധുവേട്ടന് പറ്റിയത് എന്ന് ചോദിച്ചപ്പം, അത് പിന്നെ എടി ഞാനേ 2 പേര് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അതിൻ്റെ ടെൻഷനില്ല, എനിക്ക് വേണ്ടപ്പെട്ട 2 പേരാന്ന് പറയുമ്പോഴത്തേക്ക്, വേണ്ടപ്പെട്ട 2 പേരോ? നിങ്ങൾക്ക് വേണ്ടപ്പെട്ട 2 പേര് ഞാനും എൻ്റെ മോളും അല്ലേ, അല്ലാതെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട 2 പേര് ആരൊക്കെയാ? അത് പിന്നെ ആ സച്ചിയും പിന്നെ രവീന്ദ്രനില്ലേ, അവർ രണ്ടും. ഓ എൻ്റെ പൊന്നു മധുവേട്ടൻ എന്തിനാ ഇങ്ങനെ അഭിനയിക്കുന്നത്? സ്നേഹം കാണിച്ച് ഇങ്ങനെ അഭിനയിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതിന് വല്ല ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. ഇപ്പം ഞാൻ അഭിനയിക്കുന്ന ഒന്നുമല്ല, എനിക്ക് അഭിനയിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എനിക്ക് അവരോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ്. ഞാൻ അവരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഇപ്പം എൻ്റെ മകളുടെ അമ്മായിയപ്പനും ചേട്ടനും ഒക്കെ ആയിട്ട് അംഗീകരിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങളുടെ തലയ്ക്ക് വട്ടാണോ? എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാ അവർ വിശ്വസിക്കുന്നത്? പിന്നെ എങ്ങനെ വിശ്വസിക്കും? ഈ പറയുന്ന സച്ചിയും അതുപോലെ അവിടുത്തെ രവീന്ദ്രനും എങ്ങനെ വിശ്വസിക്കാനൊരു ഇത് വേണ്ടേ? അതുപോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ശരിയാണ്. കള്ളൻ എന്ന് പേര് വീണ് കഴിഞ്ഞാൽ എന്നും കള്ളൻ തന്നെ ആയിരിക്കും. പിന്നെ ഒരാളെ കള്ളനല്ല അല്ലെങ്കിൽ പിന്നെ സത്യസന്ധനാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പാടാ. അതുപോലെ തന്നെയാണ് എന്നിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവർ ഇനി പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പാട് എന്നിങ്ങനെ പറയാം. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ മഹിമ പറഞ്ഞു, ഞാൻ നാളെ മോളെ കാണാൻ പോകുന്നുണ്ട്, നിങ്ങൾ വരുന്നോ? ഏയ് നാളെ ഞാൻ വരുന്നില്ല, എനിക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട്, നമുക്ക് വേറൊരു ദിവസം പോകാം. പിന്നെ എനിക്ക് പറ്റത്തില്ല, ഞാൻ വേറൊരു ദിവസം പോകാൻ എനിക്ക് പറ്റത്തില്ല, ഞാൻ നാളെ തന്നെ പോകുമെന്ന് പറയുമ്പോഴത്തേക്കും, ഒറ്റയ്ക്ക് നീ അങ്ങോട്ടേക്ക് പോകണ്ട, വർഷയ്ക്ക് ഞാൻ വാക്ക് കൊടുത്താൽ നിന്നെ അങ്ങോട്ട് ഒറ്റയ്ക്ക് വിടത്തില്ല എന്ന്. അതെന്താ ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് പോയാൽ? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, മകളെ കാണാനാന്നും പറഞ്ഞ് നീ അങ്ങോട്ടേക്ക് പോകുന്ന ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ? ഓരോന്ന് പറഞ്ഞ കുടുംബത്തെ നീ വെറുതെ അപമാനിക്കുക. നമ്മൾ വലിയവരാണ്, അവർ ചെറിയവരാണ് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുക. എങ്കിലല്ലേ നിനക്ക് സമാധാനം ആകത്തുള്ളൂ. എന്തിനാ വെറുതെ മഹിമേ, നീ നിന്റെ മനസുഖത്തിന് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരും. നമ്മുടെ മോള് അവിടെ ജീവിക്കുന്ന കാര്യം നീ മറന്നു പോകുക. എന്താ മധുവേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് തലയ്ക്ക് വെളിവുള്ളത് കൊണ്ട്. മോൾ അവിടെ സന്തോഷവും സമാധാനവുമായിട്ട് ജീവിക്കട്ടെ. വേറെ വല്ല വീട്ടിലുമാണ് പരിപാടി നടത്തുന്നത് എങ്കിൽ നമ്മുടെ മോക്ക് സമാധാനത്തോടെ ജീവിക്കാനേ പറ്റത്തില്ലായിരുന്നു. നിന്റെ വായ മഹിമ പ്രശ്നം. തനിയെ പോയാൽ അത് ആവശ്യത്തിലധികം നീ തുറക്കും. ഞാനുണ്ടെങ്കിൽ നീ വാ തുറക്കുമ്പോഴത്തേക്ക് ഞാനതങ്ങ് അടച്ചു പിടിക്കും. അതുകൊണ്ട് മകളെ കാണാൻ നമുക്ക് ഒരുമിച്ച് പോയാൽ മതി, നീ ഒറ്റയ്ക്ക് പോകണ്ട, നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകരുത് എന്ന് പറഞ്ഞിട്ട് മധുസൂദൻ അങ്ങ് പോയി കേട്ടോ. മഹിമയ്ക്കാണെങ്കിൽ കലിയും കൂടെ വന്നു. നാളെ പോയി വർഷയോട് കുറച്ച് സംസാരിക്കാം, കുറച്ച് കൊതി നുണയൊക്കെ പറഞ്ഞിട്ട് വരാം, നമ്മുടെ ചന്ദ്രയോട് എന്നൊക്കെ ഓർത്തിരുന്നതല്ലേ. അപ്പം വിടുന്നുമില്ല ഈ പറയുന്ന നമ്മുടെ മധുസൂദന്. അപ്പം ഇത് കഴിഞ്ഞ് പിന്നെ പോലീസ് സ്റ്റേഷനാട്ടോ കാണിക്കുന്നത്. അങ്ങനെ SI നമ്മുടെ അരുണിനെ വിളിപ്പിക്കുകയാണ്, ഒരു കോൺസ്റ്റബിളിനെ കൊണ്ട്. താൻ ആ അരുണിനോട് ഇങ്ങ് വരാൻ എന്ന് പറഞ്ഞ് വിളിപ്പിക്കുകയാണ്. അപ്പം ഈ ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞിരിക്കുന്നു, നമ്മുടെ സച്ചിയിട്ട വീഡിയോ. അപ്പോൾ അത് ഈ പറയുന്ന SIയും കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അരുണിനെ വിളിപ്പിക്കുന്നത്. അരുണ് സത്യം പറഞ്ഞ ഈ വീഡിയോ ഇങ്ങനെ ഇരുന്ന് കാണുകയാണ്. നമ്മുടെ അരുൺ ഫോൺ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വെച്ചുകൊണ്ട് ഓടിക്കുന്നതാണ് കേട്ടോ. ഒരു കൈ കൊണ്ട് ഫോണും ഒരു കൈ കൊണ്ട് ബുള്ളറ്റും ഓടിക്കുകയാണ്, ഹെൽമറ്റും വെച്ചിട്ടില്ല. അപ്പോൾ ആ വീഡിയോ ആണല്ലോ നമ്മുടെ സച്ചി എടുത്തത്. അപ്പോൾ അതാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റബിൾ വന്നിട്ട് അരുണോട് പറഞ്ഞു, അരുൺ സാറിനെ SI സാറ് വിളിക്കുന്നുണ്ട്, ചെല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ അരുൺ നേരെ SIയുടെ അടുത്തേക്ക് പോവുകയാണ്. നല്ല ചീത്ത പറയാൻ തന്നെയാണ് SI വിളിച്ച് വരുത്തിയത്. ഏതായാലും പേടിച്ച് വിറച്ച് നമ്മുടെ SI സാറിൻ്റെ അടുത്തേക്ക് അരുൺ ചെന്നിട്ട്, സാർ എന്താ സാറിന് ചോദിച്ചു. അല്ല താൻ ആ വീഡിയോ കണ്ടായിരുന്നല്ലോ അല്ലേ? കണ്ടു സാർ, അതിപ്പം വൈറലായി കത്തി കയറിക്കൊണ്ടിരിക്കുക. കമ്മീഷണർ ഓഫീസിൽ നിന്ന് തനിക്ക് സസ്പെൻഷൻ ഓർഡർ വന്നിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, സസ്പെൻഷൻ ഓർഡറോ സാർ, എന്താ ഈ പറയുന്നത്?
ഇനി കുറച്ച് ദിവസം താൻ പോയി വീട്ടിൽ ഇരുന്നോ, അതായിരിക്കും നല്ലത്. അത് പിന്നെ സാറേ ഞാൻ വീട്ടിൽ ഇരിക്കാനോ? അതെ, നമ്മൾ ഹെൽമെറ്റ് ഇല്ലാത്തവരെ ഈ ഫോൺ ചെയ്ത് ഡ്രൈവ് ചെയ്യുന്നവരെയൊക്കെ പിടിച്ചിട്ട് ഫൈൻ അടയ്ക്കാനില്ലേ, അതേ തെറ്റല്ലേ താനിപ്പോൾ ചെയ്തിരിക്കുന്നത്? അത് പിന്നെ സാറേ ഞാനത് അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ അർജൻറ്റായിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയതായിരുന്നു. അതിൻ്റെ ഇടയിൽ ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയി, കോള് വന്നപ്പോൾ എടുക്കേണ്ടി വന്നു, അത്യാവശ്യമായിരുന്നു. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ജനങ്ങൾ ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറയാറില്ലേ, അപ്പം നമ്മൾ ശരിയെന്ന് പറഞ്ഞ് തലയാട്ടി നിൽക്കുകയാണോ ചെയ്യുന്നത്? അല്ലല്ലോ, ഫൈൻ അടിക്കുകയല്ലേ ചെയ്യുന്നത്. പബ്ലിക്ക് തെറ്റ് ചെയ്യുമ്പോൾ ചോദിക്കണമെങ്കിൽ ആദ്യം നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കണം അരുണെ. അത് പിന്നെ സോറി സാറേ, ഇനി ഞാൻ അത് ആവർത്തിക്കാതിരുന്നാൽ പോരെ. ദേ ആ ഗുണ്ടയില്ലേ, ആ ഡ്രൈവർ, അവനാ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തത് സാറേ. ഓ, അരുൺ എങ്ങനെയെങ്കിലും അവനെ കൊടുക്കാൻ നോക്കി നടക്കുകയായിരുന്നില്ലേ? ഒടുക്കം അവന് അരുണിനെ കുടുക്കി. ഇതല്ലേ ഉണ്ടായത്. അരുണെ, ചിലരോട് ഏറ്റുമുട്ടാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഏറ്റുമുട്ടാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. അത് പിന്നെ സാറേ, ഈ സസ്പെൻഷൻ ഒഴിവാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ കാര്യത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അരുണെ. നമ്മൾ എപ്പോഴും ജാഗ്രത പുലർത്തണം. ചുറ്റും ക്യാമറ കണ്ണുകളുണ്ടെന്ന കാര്യം മറക്കരുത്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അത് പിന്നെ സാറേ, അപ്പം പിന്നെ എനിക്ക് സസ്പെൻഷൻ ഉറപ്പാണോ? സസ്പെൻഷൻ വന്നില്ലേ, ഇനി എന്ത് ഉറപ്പിക്കാനാടോ എന്ന് പറഞ്ഞു. അങ്ങനെ അരുണിന് സസ്പെൻഷനും കിട്ടി. ഏതായാലും SI പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അരുൺ കട്ടക്കാലുപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അവസരം വരും, എൻ്റെ കയ്യിൽ അവനെ കിട്ടും, അവനെ ഞാൻ പിഴിഞ്ഞെടുക്കും, എനിക്ക് തന്നതിൻ്റെ ഇരട്ടി ഞാൻ ആ സജ്ജിക്കിട്ട് കൊടുക്കും. വീട്ടില്ലടാ അതിനെ ഞാൻ, വീട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ആര്, നമ്മുടെ അരുൺ സാർ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവു നേരെ അരുണിൻ്റെ വീട്ടിലേക്ക് പോവുക. അരുണിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അരുണിൻ്റെ അമ്മ ഭയങ്കര വിഷമത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ദേവി ചോദിച്ചു, എന്ത് പറ്റി അമ്മ വല്ലാതെ ഇരിക്കുന്നത്, സുഖമില്ലേ? ഏയ് എനിക്കൊന്നും ഇല്ല മോളെ. അല്ല പിന്നെന്താ ഡള്ളായിട്ടിരിക്കുന്നത്? അത് പിന്നെ അരുണിനെ സസ്പെൻഡ് ചെയ്തിരിക്കുക. അരുണേട്ടനെ സസ്പെൻഡ് ചെയ്തെന്നോ? എന്താ ഈ പറയുന്നത്? അല്ലെ എന്തിനാ സസ്പെൻഡ് ചെയ്തത്? അത് ഒന്നും അറിയില്ല മോളെ, എന്നോടൊന്നും പറഞ്ഞുമില്ല. ഏതായാലും സസ്പെൻഡ് ചെയ്തു. അല്ല അരുണേട്ടൻ ഇവിടെ ഉണ്ടോ? അകത്തുണ്ടവന്. അകത്തുണ്ടോ? എന്നാൽ ഞാൻ അരുണേട്ടനൊന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവു അരുണേട്ടനെ കാണാനായിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അരുണാണെ വല്ലാത്ത ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സസ്പെൻഷനൊക്കെ കിട്ടിയില്ല, അപ്പോൾ അതിൻ്റെ ആ ഒരു മരവിപ്പിലാണ്. അങ്ങനെ ദേവു ചെന്നിട്ട് നമ്മുടെ അരുണിൻ്റെ അടുത്തേക്ക് ചെന്നൊരു ചുമയൊക്കെ ചുമച്ചു. അപ്പോഴത്തേക്കും ആണ് പതുക്കെ നമ്മുടെ അരുണ് ഒന്ന് എണീക്കുന്നത്. കണ്ണടക്കെ പൂട്ടി കിടക്കുകയായിരുന്നു. അങ്ങനെ അരുൺ ദേവുവിനെ കണ്ടതും, എന്താ ദേവു കയറി വാന്ന് പറഞ്ഞു. അല്ല അരുണേട്ടന് സസ്പെൻഷൻ കിട്ടിയോ? കിട്ടി. എല്ലാത്തിനും കാരണമുണ്ടല്ലോ, അവൻ എൻ്റെ കുറുകെ ചാടുന്ന ഒരു റൗഡിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അവൻ കാരണം. അല്ല അരുണേട്ടൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും സംഭവിക്കില്ലെന്ന് എനിക്കറിയാം. എന്താ ശരിക്കും ഉണ്ടായത് പറ. അത് പിന്നെ ഞാൻ ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിക്കുന്ന വീഡിയോ എടുത്ത് അവൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ആ വീഡിയോ അങ്ങ് വൈറലായി കത്തിക്കയറി പോയി. ഇത് തന്നെയാണ്. എന്നോട് ഡിപ്പാർട്ട്മെൻറ്റ് വിശദീകരണം ചോദിച്ചു. എൻ്റെ വിശദീകരണമൊന്നും അവർക്ക് തൃപ്തികരമായില്ല. സസ്പെൻഡ് ചെയ്തു. എല്ലാം പെട്ടെന്ന് തന്നെ അങ്ങ് നടന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ദേവു ഒരൊറ്റ ചിരി ചിരിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും ദേവു ചിരിക്കുന്നത് കണ്ടതും നമ്മുടെ അരുൺ ചോദിച്ചു, എന്താ നീ ചിരിക്കുന്നത്? എന്നെ കൊണ്ട് പോലും ഫൈൻ അടപ്പിച്ച ആളല്ലേ അരുണേട്ടൻ. അപ്പം എനിക്കിത് അരുണേട്ടൻ ഇത് കിട്ടണം. അത് പിന്നെ പെട്ടെന്ന് മെഡിസിൻ എത്തിക്കേണ്ട വെപ്രാളത്തിലെ ഞാൻ ഹെൽമെറ്റ് വെക്കാൻ അങ്ങ് മറന്നുപോയി, അതാ സംഭവിച്ചത്. പിന്നെ ഈ സമയദോഷം എന്നൊക്കെ പറയാതെ എന്താ പറയുക, ആ ദ്രോഹിയുടെ മുമ്പിൽ ചെന്ന് തന്നെ പെടുകയും ചെയ്തു. അതെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള പ്രശ്നം ഈഗോയാ. ഈഗോയോ? ആറവിടെയോട് എനിക്കെന്തിനാ ഇത്ര ഈഗോ? അവനൊരു പ്രശ്നക്കാരൻ, അവനുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ദേ ഇനി ഇതിൻ്റെ പേരിൽ വേറൊരു പ്രശ്നത്തിലും പോയി ചാടരുത് സച്ചേട്ടാ. അതിൻ്റെ ആവശ്യമില്ല. അല്ല സച്ചേട്ടാ എന്നല്ല അരുടേട്ടാ, ഇതൊക്കെ സാധാരണയാ. അല്ലേ? വിഷമിക്കാതിരിക്കെ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിക്ക് കയറാമല്ലോ, അതുപോലെ എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ അരുണിൻ്റെ അമ്മ വന്നു ഇതെല്ലാം കൂടെ കേൾക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ദേവു ഉപദേശിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ദേവു പറഞ്ഞു, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നത്, നമ്മുടെ കല്യാണക്കാര്യം തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു. കല്യാണക്കാരിയോ? അത് നടത്താനുള്ള സമയമായെന്ന് എനിക്ക് തോന്നുക. ആഹാ, അത് കൊള്ളാലോ. ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു തോന്നൽ നിനക്ക്? അത് പിന്നെ എന്തോ എനിക്ക് തോന്നി. ഇത് കേൾക്കാൻ വേണ്ടി എത്ര നാളായി ഞാനും അമ്മയും കൂടെ വെയിറ്റ് ചെയ്തിരുന്നു നിനക്കറിയാമോ? അല്ല പെട്ടെന്ന് എന്താ ഇപ്പം ഇതിന് കാരണം? അല്ല എനിക്കൊരു ഉൾവിളി ഉണ്ടായി അരുണേട്ടാ, അത്ര തന്നെ. അല്ലാതെ പെട്ടെന്ന് ഉണ്ടാകാൻ തന്നെ വേറൊരു കാര്യവും കാരണമൊന്നുമില്ല. അപ്പോൾ ഇനി പെണ്ണ് ചോദിക്കാൻ എനിക്കും അമ്മയ്ക്കും വീട്ടിലേക്ക് വരാമോ?
നമുക്ക് ആദ്യം എൻ്റെ ചേച്ചിനെയും ഹസ്ബൻഡിനെയും കണ്ട് സംസാരിക്കാം, അതിനുശേഷം വീട്ടിൽ വന്നാൽ മതി. ഓക്കെ, എന്നാൽ പിന്നെ ഇപ്പം തന്നെ നമുക്ക് അവരെ കണ്ടങ്ങ് സംസാരിക്കാം, അവരുടെ വീട്ടിലേക്ക് പോകാം. ധൃതി വെക്കാതെ, അവരിപ്പം ജോലിക്കൊക്കെ പോയിട്ടുണ്ടാകും. ഞാൻ ആദ്യം അവരെ വിളിച്ച് എപ്പോൾ കാണാൻ പറ്റുമെന്ന് ചോദിക്കട്ടെ, അതിനുശേഷം അരുണേട്ടനെ വിളിച്ച് പറഞ്ഞോളാം. അതാ നല്ലത്. ഓ, അതാണല്ലേ നല്ലത്. എന്നാ പിന്നെ ശരി. എന്നാൽ പിന്നെ നമുക്ക് ഒരു ദിവസം അവർ ചെന്ന് മീറ്റ് ചെയ്യാൻ കേട്ടോ അരുണേട്ട. കല്യാണം പെട്ടെന്ന് നടത്തണം. ആദ്യം സസ്പെൻഷൻ്റെ കാര്യമൊക്കെ മറന്നേക്ക്, നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കാം. സസ്പെൻഷൻ ഇനിയിപ്പം ഇത്ര മാസം കഴിഞ്ഞ് ജോലി കിട്ടൂലോ, ജോലിക്ക് കയറാമല്ലോ, സസ്പെൻഷൻ അല്ലേ, അപ്പം അത് വിട്ടേരെ, സസ്പെൻഡ് ചെയ്തൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അരുണിൻ്റെ അമ്മ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അരുൺ ഓടിച്ചെന്ന് അമ്മയോട് പറയാതെ, ഇവള് പറഞ്ഞൊക്കെ അമ്മ കേട്ടില്ലേ? കേട്ടു, ഞാൻ എല്ലാം കേട്ടു. മോളെ, ഇപ്പോഴെങ്കിലും മോൾക്ക് നല്ല ബുദ്ധി തോന്നിയില്ലോ. അമ്മയ്ക്ക് സന്തോഷമായി. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ അമ്മ കാത്തിരിക്കുന്നത്, അറിയാലോ. നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നത് കാണണം. എന്നിട്ട് വേണം ഈ അമ്മയ്ക്ക് അങ്ങ് പോകാനായിട്ട്. പിന്നെ അമ്മേനെ അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ വിടാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. അമ്മായിയമ്മ പോരൊക്കെ എടുക്കണ്ടേ, അത് കഴിഞ്ഞിട്ടൊക്കെ പോയാൽ മതിയെന്ന് നമ്മുടെ ദേവ് പറയാം. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിയിലാണ് കേട്ടോ. രേവതി എന്തൊക്കെയോ ചിന്തിച്ചും ആലോചിച്ചും പെറക്കിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ ദേവ് വരുന്നത്. ദേവ് വന്ന് കല്യാണക്കാര്യം പറയാനായിരിക്കുമല്ലേ, നോക്കാം. ഏതെങ്കിലും ദേവ് വന്നിട്ട് നമ്മൾ നേരെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രേവതിനെ വിളിച്ചു വരുത്തിയതാണ് കേട്ടോ. ദേവുവിൻ്റെ വീട്ടിലല്ല, രേവതിയുടെ വീട്ടിലാണ് കേട്ടോ, അല്ലാതെ നമ്മുടെ ചന്ദ്രോദയത്തല്ല. അപ്പം നമ്മുടെ ദേവ് പറഞ്ഞു, അല്ല ഒത്തിരി നേരം ആയോ ചേച്ചി വന്നിട്ട്? ഒത്തിരി നേരമൊന്നും ആയില്ല. എന്താടി, ഞാൻ ഒരു സ്ഥലത്ത് പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കുമാണ് നീ വേഗം വരാ, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചത്. വേഗം വരാന്ന് പറഞ്ഞ് നീയാണോ ഇത്ര താമസിച്ചത്? എന്താടി നിനക്ക് പറയാനുള്ളത്? അത് പിന്നെ ഞങ്ങളുടെ കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന് എൻ്റെ ചെറുക്കൻ എപ്പോഴും പറയാറുണ്ട്. എന്തിനാ വൈകിപ്പിക്കുന്നേ, പെട്ടെന്നാവട്ടെ എന്ന് എനിക്കും തോന്നി. ഇനി ഇങ്ങനെ ഒരാൾ, സത്യം പറഞ്ഞാൽ അതുപോലെ ഒരാൾ എനിക്ക് കിട്ടത്തില്ല. പിന്നെ അയാളുണ്ടെന്ന് നിങ്ങൾക്കറിയാം, പക്ഷേ സച്ചേട്ടനും രേവതി ചേച്ചിക്കൊക്കെ അയാളെ കണ്ടിട്ടില്ലല്ലോ. എനിക്കൊരു കാമുകനുണ്ടെന്ന് മാത്രമല്ലേ അറിയത്തുള്ളൂ. നാളെ സച്ചേട്ടനും ചേച്ചിക്കും എന്തെങ്കിലും തിരക്കുണ്ടോ? നാളെ കാണാൻ പറ്റുമോ? അയ്യോ, എന്ത് തിരക്ക്! ഇനിയിപ്പോൾ എന്ത് തിരക്കുണ്ടെങ്കിലും അത് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ വരില്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ കാണാം. എന്നാൽ പിന്നെ അദ്ദേഹത്തെയും കൂട്ടി ഞാൻ മറ്റേ ഭഗവതി ക്ഷേത്രമില്ലേ, അവിടെ വരാം. ചേച്ചി സച്ചേട്ടനും അങ്ങോട്ടേക്ക് വന്നാൽ മതി. കാണാൻ മാത്രമല്ല, ഞങ്ങളുടെ വിവാഹക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനും കൂടെയാണ് ചക്കരെ കൊണ്ടുവരുന്നത്. നീ പറഞ്ഞു വന്നപ്പോഴേ എനിക്ക് മനസ്സിലായിട്ടോ. ഞാൻ മണ്ടിയൊന്നും അല്ല കേട്ടോ. നീ ഒരു കാര്യം ചെയ്യ്, അമ്മയോടും കൂടി വരാൻ പറ. അയ്യോ, അത് വേണ്ട, അമ്മയോട് ഇപ്പം പറയണ്ട. അമ്മയോട് പറഞ്ഞാൽ ശരിയാവില്ല. ആദ്യം ചേച്ചി സച്ചേട്ടനും വന്നിട്ട് അദ്ദേഹത്തെ കാണ്, എന്നിട്ട് നമുക്ക് വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാം. അതല്ലേ നല്ലത്? അമ്മയ്ക്ക് നമുക്ക് സർപ്രൈസ് കൊടുക്കാം. അതുകൊണ്ട് നാളെ നിങ്ങൾ രണ്ടുപേരും മാത്രം വന്നാൽ മതി കേട്ടോ. എന്നാൽ പിന്നെ ശരി, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്നാലേ സച്ചേട്ടന് ഒരു സർപ്രൈസ് കൊടുത്താലോ? ഈ കാര്യം ഞാൻ അദ്ദേഹത്തിനോട് പറയുന്നില്ല. നാളെ നിന്റെ ചെറുക്കനെ കാണാൻ ഇറങ്ങുമ്പോൾ മാത്രമേ ഇത് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഒരു സർപ്രൈസ് ആവൂലേ? അല്ല ചേച്ചി, ഞങ്ങളുടെ കല്യാണം ഇത്രയും വൈകിപ്പിച്ചത് എന്തിനാണെന്ന് ചേച്ചിക്ക് അറിയാമോ? അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കാനും അതുപോലെ ആഴത്തിൽ അറിയാനും ഒക്കെയാണ്. സച്ചേട്ടനെ പോലെ ഭാര്യയെയും കുടുംബത്തെയും സ്നേഹിക്കുന്ന ഒരാളല്ല എൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നത് എങ്കിൽ എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല എൻ്റെ കുടുംബത്തെയും അത് നന്നായിട്ട് ബാധിക്കും. അതെനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും വെയിറ്റ് ചെയ്തത്. അദ്ദേഹത്തെ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനം ഞാൻ എടുത്തത്. അത് തെറ്റല്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. എനിക്ക് നിന്നെ അറിയില്ലേ ദേവു, നീ ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? നിനക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് നീ എന്നോട് പറഞ്ഞപ്പം ഞാൻ എതിർത്തൊന്നും പറയാതെ നിന്നെ സപ്പോർട്ട് ചെയ്തത് എന്തുകൊണ്ടാണ്? ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. നീ ഒരിക്കലും മോശമായ ഒരുത്തരെ തിരഞ്ഞെടുക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് പിന്നെ എൻ്റെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വില കൊടുക്കുന്ന ആൾ തന്നെയാണ് അദ്ദേഹം. നീ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് എപ്പോഴും എന്നോട് പറയാറുണ്ട് രേവതി ചേച്ചി. പണത്തിൻ്റെയോ സൗന്ദര്യത്തിൻ്റെയോ ഒന്നിൻ്റെയും പുറകെ നടക്കുന്ന ആളല്ല. സ്നേഹത്തിനും കുടുംബത്തിനും അതുപോലെ ഒരുപാട് വില കൊടുക്കുന്ന നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിനോടൊപ്പം ഉള്ളൊരു ജീവിതം സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തെ സ്നേഹിച്ചത്. രേവതി ചേച്ചി ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതൊക്കെ ഇതുകൊണ്ട് തന്നെയാണ്. ചേച്ചി എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി വേണം എനിക്ക് ഈ കല്യാണം നടത്താനായിട്ട്. എല്ലാവരും ചേർന്ന് ഈ കല്യാണം നടത്തി തരണം എനിക്ക്. മോളെ, അത് നീ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോടാ? അതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ, ഞങ്ങൾ ചെയ്തു തരത്തില്ലേ? ഇടി പൊട്ടി പെണ്ണേ, ഞങ്ങളുടെയൊക്കെ ഒരു വലിയ സ്വപ്നമാടി നടക്കാൻ പോകുന്നത്. എൻ്റെയും
ദേവുവിൻ്റെ കല്യാണം. ഓഹ്, അതെൻ്റെ സ്വപ്നം തന്നെയല്ലേ മോളെ. എൻ്റെ മാത്രമല്ല കേട്ടോ, സച്ചേട്ടൻ്റെയും അതുപോലെ നമ്മുടെ അമ്മയുടെയും ശരത്തിൻ്റെയൊക്കെ സ്വപ്നമാണ്. പിന്നെ ഈ സമയത്ത് ഒരു മിസ്സിങ് ഉണ്ട് കേട്ടോ, നമ്മുടെ അച്ഛനും കൂടെ വേണമായിരുന്നു. എങ്കിൽ എന്ത് രസമായിരുന്നു. നമ്മുടെ കല്യാണം കാണാനുള്ള ഭാഗ്യം അച്ഛന് ഇല്ലാണ്ടായിപ്പോയി. ചേച്ചി, എല്ലാ അച്ഛൻ കാണുന്നുണ്ടായിരിക്കുന്നേ. അച്ഛൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുന്നത്. അങ്ങനെ നമ്മളെ വിട്ടുപോകാനേ നമ്മുടെ അച്ഛനാവുമോ? ഒരിക്കലും ഇല്ല. അച്ഛൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അച്ഛൻ്റെ പ്രാർത്ഥനയും ഉണ്ട്. അതെ, നിന്റെ കല്യാണം നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ സന്തോഷം തന്നെ ആയിരിക്കുമല്ലേ ദേവു. അച്ഛനുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ നടത്തുമായിരുന്നു, അതുപോലെ തന്നെ ഈ കല്യാണം ഞങ്ങൾ നടത്തും. അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ ഉണ്ടല്ലോ നമുക്ക്. പിന്നെന്താ പ്രശ്നം ഇരിക്കുന്നത്? ഞങ്ങളെ നാളെ തന്നെ വരാം. നിന്റെ ചെക്കനെ കാണുകയും ചെയ്യാം, സംസാരിക്കുകയും ചെയ്യാം. നമുക്ക് നാളെ കല്യാണ തീയതി വരെ വേണേൽ തീരുമാനിക്കാം. ഒന്ന് പെട്ടെന്ന് നാളെ ആയാൽ മതിയായിരുന്നെന്ന് ഞാൻ ഓർക്കുന്ന ദേവു എന്ന് പറഞ്ഞപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് രേവതി ചേച്ചി. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി ഇറങ്ങാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചിയും അരുണ്ടും കൂടെ കണ്ടുമുട്ടിയാൽ എന്താകും സീനെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥയിലാണ് ഇപ്പം കല്യാണം. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷേനെയാണ്. വർഷയ്ക്ക് ഇപ്പോഴും സമാധാനമില്ല കേട്ടോ. വർഷ പ്രഗ്നൻ്റ് ആണല്ലോ. വർഷ എന്തൊക്കെയോ ചിന്തിച്ചോണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും എൻ്റെ ഈശ്വരാന്നൊക്കെ ഓർത്ത്. അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. ഫോൺ ബെല്ലടിച്ചതും നമ്മുടെ വർഷ ഫോൺ എടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് ശ്രീകാന്ത് വരികയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് ശ്രീകാന്ത് ആ ഫോൺ എടുക്കാൻ കേട്ടോ. അപ്പോൾ സോറി കേട്ടോ, നമ്മുടെ വർഷയുടെ ഫോണല്ല, നമ്മുടെ ശ്രീകാന്തിൻ്റെ ഫോണാണ് ബെല്ലടിച്ചത്. വർഷയല്ല എടുക്കാൻ തുടങ്ങിയത്, ശ്രീകാന്ത് വന്ന് എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം ശ്രീകാന്ത് നോക്കിയപ്പോഴത്തേക്കും പ്രിയ ഇല്ലേ, നമ്മുടെ പഴയ പ്രിയ, അതായത് നമ്മുടെ ശ്രീകാന്തിൻ്റെ മുതലാളി പെണ്ണ്, ആ പെണ്ണാണ് വിളിക്കുന്നത്. അങ്ങനെ ശ്രീകാന്ത് ഫോൺ എടുത്തിട്ട് ഹലോ പ്രിയ എന്ന് പറഞ്ഞിങ്ങനെ സംസാരിച്ചു. അപ്പോഴത്തേക്കും പ്രിയ പറഞ്ഞു, അത് പിന്നെ ലീവ് കഴിഞ്ഞു കേട്ടോ, നാളെ മുതൽ നിങ്ങൾ വരുമല്ലോ അല്ലേ? അത് പിന്നെ ഇല്ല, ഞാൻ പ്രിയനെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. എനിക്ക് കുറച്ച് ദിവസം കൂടി ലീവ് വേണം. എന്തു പറ്റി? വർഷയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. കുറച്ച് ദിവസം ഇവളുടെ കൂടെ തന്നെ നിൽക്കണമെന്ന് തോന്നി. എനിക്ക് ഒരാഴ്ചത്തെ കൂടെ ലീവ് വേണമായിരുന്നു. അത് നടക്കത്തില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തനിക്ക് അറിയാവുന്നതല്ലേ. താനൊരു 2 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നേ പറ്റൂ. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ. ഹാപ്പി ന്യൂസോ? എന്താ? അത് പിന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റിനെ ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറൻറ്റിനുള്ള അവാർഡ് കിട്ടി. ഒരു ഓർഗനൈസേഷൻ നൽകുന്ന അവാർഡ് തന്നെയാണ്. ഓ, കൺഗ്രാറ്റ്സ് പ്രിയ, താങ്ക് യു എന്നപ്പം പ്രിയയും പറഞ്ഞു കേട്ടോ. അപ്പം ഇതെല്ലാം നമ്മുടെ വർഷ കേൾക്കുന്നുണ്ട് കേട്ടോ. വർഷ ചെവി ഓർത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പം പ്രിയ പറഞ്ഞു, അതെ ഇതെല്ലാം വർഷയോട് പറയണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറയാം ഇവിടെ തന്നെ വർഷ ഇരിപ്പുണ്ട്, ഞാൻ വർഷയുടെ കൈ കൊടുക്കാമെന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുകയാണ് നമ്മുടെ വർഷയുടെ കയ്യിൽ. അപ്പം വർഷ ഫോൺ മേടിച്ചിട്ട് കൺഗ്രാറ്റ്സ് പ്രിയ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം പ്രിയ പറഞ്ഞു, തിരിച്ചു പറഞ്ഞു താങ്ക് യു. അതെ, ഈ ഷോർട്ട് ടൈമിൽ തന്നെ ഞങ്ങൾക്ക് വലിയ റീച്ച് കിട്ടി വർഷേ. ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. എൻ്റെ ഹസ്ബൻഡാണല്ലോ അവിടുത്തെ മെയിൻ ഷെഫ്. അപ്പം പിന്നെ എന്താ കിട്ടാതിരിക്കുമോ? ഇതിനൊക്കെ കാരണം ശ്രീകാന്ത് തന്നെയാണ്. അതിന് കാരണം എൻ്റെ എഫേർട്ടാണ് വർഷേ. ഞാൻ നന്നായിട്ട് മാർക്കറ്റ് ചെയ്തത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇപ്പം ഈ ഒരു അവാർഡ് കിട്ടിയത്. അല്ല, ഫുഡും മോശമായിട്ട് എത്ര മാർക്കറ്റ് ചെയ്താലും കാര്യമുണ്ടോ? ആളുകൾ വരാനേ പോകുന്നുണ്ടോ? റെസ്റ്റോറൻറ്റ് ഫേമസ് ആയതും അവാർഡ് കിട്ടിയതൊക്കെ അവിടുത്തെ ഫുഡ് കൊള്ളാവുന്നത് കൊണ്ടാണ്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പ്രിയയ്ക്കല്ല, ശ്രീകാന്തിന് തന്നെയാണ്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. അത് പിന്നെ നല്ല ഫുഡ് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം റെസ്റ്റോറൻറ്റ് സക്സസ് ആകണമെന്നുണ്ടോ? ഞാൻ നന്നായി പ്രമോഷൻ നടത്തി, അതുകൊണ്ടും കൂടിയാണ് സക്സസ് ആയത്. അല്ലാതെ അത് മാത്രമല്ല, മാർക്കറ്റിംഗ് പ്രധാനമാണ് പക്ഷേ, അതാണ് വേണ്ടത്. അല്ല, അപ്പം ശ്രീകാന്തിന് ഇതിലൊരു ക്രെഡിറ്റും ഇല്ലെന്നാണോ താനീ പറഞ്ഞു വരുന്നത്? ശ്രീകാന്ത് ഇല്ലായിരുന്നെങ്കിൽ തനിക്ക് തൻ്റെ റെസ്റ്റോറൻറ്റ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനേ പറ്റത്തില്ലായിരുന്നു. അങ്ങനെയൊന്നും പറയണ്ട കേട്ടോ. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ശ്രീകാന്തിന് പകരം വേറൊരാളെ വെക്കി നിങ്ങൾ. അപ്പം ഇതുപോലെ കസ്റ്റമേഴ്സ് വരുമെന്ന് നോക്കാം. കണ്ടു നോക്ക്. എന്താ വർഷമായി പറയുന്നത്? എന്തുകൊണ്ട് വരില്ല? ഉറപ്പായിട്ടും വരും. എന്നാൽ പിന്നെ വേറെ ആളെ വെച്ചോ. ഇനി മുതൽ തൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ശ്രീകാന്ത് ജോലിക്ക് വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ശ്രീകാന്ത് പെട്ടെന്ന് ഫോൺ മേടിച്ചിട്ട് അതേ പ്രിയ, പിന്നെ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് ശ്രീകാന്ത്, എന്താ വർഷം നീ പറഞ്ഞത്? എന്തൊക്കെയാണ് നീ സംസാരിക്കുന്നത്? നീ എന്തിനാ അവളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? പിന്നെ ഞാൻ എന്ത് പറയണം? അഹങ്കാരി പറഞ്ഞത് ശ്രീകാന്ത് കേട്ടില്ലേ? ഇനി ശ്രീകാന്ത് അവളുടെ റെസ്റ്റോറൻറ്റിലേക്ക് ജോലിക്ക് പോവണ്ട. അത് പിന്നെ റെസ്റ്റോറൻറ്റ് ഡെവലപ്പ് ആകാൻ കാരണം പ്രിയയുടെ എഫേർട്ടും ഉണ്ട്, അത് ശരിയാ. ശ്രീകാന്തിന് തരാനുള്ള ചെയ്തതിനുള്ള ക്രെഡിറ്റ് ശ്രീകാന്തിന് തന്നെ കിട്ടണം. അല്ലാതെ അത് പ്രിയ വലിച്ചെടുത്തോണ്ട് പോകുമല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ പൊന്നു വർഷേ, നീ ഇങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാക്കാതെ, ഞാൻ പറഞ്ഞ് സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് പോയിട്ട് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ പറഞ്ഞാൽ സച്ചി ഉണ്ടല്ലോ, ആ വീഡിയോ എടുത്തിങ്ങനെ നോക്കി ആസ്വദിച്ചിരുന്ന് കാണുകയാണ്.
അപ്പോഴാണ് രേവതി വന്നത്. അപ്പോൾ രേവതിനെ ഇത് കാണിച്ചു കൊടുത്തപ്പോൾ രേവതിക്ക് അങ്ങ് പേടിയാവും കേട്ടോ. സച്ചേട്ട എന്താ സച്ചേട്ട ഇത്, കൂനുമേൽ കുരു എന്തിനാ സച്ചേട്ടൻ ഉണ്ടാക്കി വെക്കുന്നത്, എന്തിനാ സച്ചേട്ടൻ ഇതിപ്പോൾ പബ്ലിഷ് ചെയ്തത്, എന്നോടൊരു വാക്ക് ചോദിക്കത്തില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പിന്നെ അവൻ്റെ ഈ ഒരു വീഡിയോ കിട്ടിയിട്ട് ഞാൻ പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ പബ്ലിഷ് ചെയ്യുക, ഇത് ഞാൻ അവന് കൊടുക്കുന്ന ഒരു തിരിച്ചടി തന്നെയാണ്, അവനെ എന്നെ കുറേ നാണം കെടുത്തിയില്ലേ, ഇനി അവൻ അങ്ങോട്ട് കുറേ നാണം കെടട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.